എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യാറുള്ള ജോലികളില്ലേ, അതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നതെന്നാണ്. അതിനെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ചോഴ്സ് എന്ന് പറയുന്നത്. വീട്ടുജോലികൾ, അതായത് തൂക്കുക, തുടയ്ക്കുക, തുണി കഴുകുക, ഉരച്ചു കഴുകുക, തുടച്ചു മാറ്റുക, അങ്ങനെ പറഞ്ഞാൽ കുറേ ഉണ്ടല്ലേ. അതായത് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിൽ തപ്പിത്തടയേണ്ടി വരില്ല. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആയതുകൊണ്ട് അവസാനം വരെ കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് അതിനെ അറിയിക്കുമല്ലോ. ആദ്യം നമുക്ക് വീട് വൃത്തിയാക്കാൻ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാം. ബെഡ് റെഡിയാക്കുന്നതിന് എന്താ പറയുക? മേക്ക് ദ ബെഡ്. ഐ ആം ഗോയിങ് ടു മേക്ക് ദ ബെഡ്. ഞാൻ ബെഡ് റെഡിയാക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു മേക്ക് ദ ബെഡ്. ഫസ്റ്റ് I'll change the sheets. ആദ്യം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും. ഫസ്റ്റ് I'll change the sheet. So take the sheet off. ബെഡ്ഷീറ്റ് എടുത്തു മാറ്റുക. Take the sheet off. തലവണയുറ മാറ്റണമെങ്കിലോ? Take the pillow cases off. Take the pillow cases off. Pillow cover എന്നും പറയാം. Take the pillow cover off. ഇനി പുതിയ ഷീറ്റ് ബെഡിലിടണമെങ്കിലോ? Put the new sheet on the bed. Put the new sheet on the bed. അപ്പോൾ പഴയ ഷീറ്റ് മാറ്റുന്നതിന് take the old sheet off the bed. Take off. Put the new sheet on the bed. Put on. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ബാത്റൂമിലോട്ട് പോയാലോ? I need to wipe down the tiles and scrub down the shower. വെറുതെ തുടയ്ക്കുന്നത് നമ്മൾ പറയുന്ന വാക്കാണ് വൈപ്പ്. അതിൻ്റെ കൂടെ നമ്മൾ സാധാരണയായിട്ട് ചേർക്കും ഡൗൺ, വൈപ്പ് ഡൗൺ. അതുപോലെ ഉരച്ച് വൃത്തിയാക്കുന്നതിനാണ് സ്ക്രബ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈൽസ് എനിക്ക് തുടയ്ക്കേണ്ടതുണ്ട്, ഷവർ എനിക്ക് സ്ക്രബ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ പറയും? ഐ നീഡ് ടു വൈപ്പ് ഡൗൺ ദ ടൈൽസ് ആൻഡ് സ്ക്രബ് ഡൗൺ ദ ഷവർ. ഐ നീഡ് ടു വൈപ്പ് ഡൗൺ ദ ടൈൽസ് ആൻഡ് സ്ക്രബ് ഡൗൺ ദ ഷവർ. അതുപോലെ നമ്മൾ ടോയ്ലറ്റ് വൃത്തിയാക്കുമ്പം ക്ലീനിങ് സൊല്യൂഷൻ ടോയ്ലറ്റ് ബോളിൽ ഒഴിക്കും. ഒഴിക്കുന്നതിന് എന്താ പറയുക? പോർ. പോർ ദ ക്ലീനിങ് സൊല്യൂഷൻ ഇൻ ടു ദ ടോയ്ലറ്റ് ബോൾ. പോർ ദ ക്ലീനിങ് സൊല്യൂഷൻ ഇൻ ടു ദ ടോയ്ലറ്റ് ബോൾ. ഇനി അടുത്ത ഹൗസ് ഹോൾഡ് ചോർ, അതാണ് തുണി കഴുകുക. ഡു ദ ലോണ്ട്രി. തുണി ആദ്യം കുറച്ചു നേരം സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കും അല്ലേ? അതിനെന്താ പറയുക? സോക്ക്. വെള്ളത്തിൽ ഇട്ട് വെക്കുക, കുതിർക്കുക, ഇതിനൊക്കെയാണ് സോക്ക് എന്ന് പറയുന്നത്. സോക്ക് ദ ഡേർട്ടി ക്ലോത്ത്സ് ഇൻ എ ഡിറ്റർജന്റ് സൊല്യൂഷൻ. മുഷിഞ്ഞ തുണി സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. സോക്ക് ദ ഡേർട്ടി ക്ലോത്ത്സ് ഇൻ എ ഡിറ്റർജന്റ് സൊല്യൂഷൻ. ഇനി വാഷിംഗ് മെഷീനിലാണ് തുണി കഴുകുന്നെങ്കിലോ? ലോഡ് ദ ലോണ്ട്രി ഇൻ ടു ദ വാഷിംഗ് മെഷീൻ. കഴുകാനുള്ള തുണിക്കും ഇപ്പം കഴുകിയെടുത്ത തുണിക്കും നമ്മൾ പറയുന്ന പേരാണ് ലോണ്ട്രി. അപ്പോൾ ലോഡ് ദ ലോണ്ട്രി ഇൻ ടു ദ വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ പുട്ട് ദ ലോണ്ട്രി ഇൻ ടു ദ വാഷിംഗ് മെഷീൻ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് വെളുത്ത തുണികളും കളറുള്ള തുണികളും ഇനം തിരിച്ചു മാറ്റണ്ടേ? ഇങ്ങനെ ഇനം തിരിച്ചു മാറ്റുന്നതിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? സോർട്ട്. അപ്പോൾ പറയാം, സോർട്ട് ദ വൈറ്റ്സ് ആൻഡ് ദ കളേർഡ് ക്ലോത്ത്സ് ബിഫോർ വാഷിംഗ്. സോർട്ട് ദ വൈറ്റ്സ് ആൻഡ് ദ കളേർഡ് ക്ലോത്ത്സ് ബിഫോർ വാഷിംഗ്. ആഫ്റ്റർ വാഷിംഗ്, വാഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്താ? അൺലോഡ് ദ വാഷിംഗ് മെഷീൻ. അതായത് വാഷിംഗ് മെഷീനിലുള്ള സാധനം പുറത്തേക്ക് എടുക്കണം. അങ്ങോട്ടിടുന്നതിന് ലോഡ്, ഇങ്ങോട്ടെടുക്കുന്നതിന് അൺലോഡ്. അൺലോഡ് ദ വാഷിംഗ് മെഷീൻ. ഇനി നമ്മൾ തുണി അയയിലിടും ഉണങ്ങാനായിട്ട്. അതെങ്ങനെ പറയും? അയയ്ക്ക് എന്താ പറയുക? ക്ലോത്ത്സ് ലൈൻ. അവയെ അയയിലിടുക. ഹാങ് ദം ഓൺ എ ക്ലോത്ത്സ് ലൈൻ. ഹാങ് ദം ഓൺ എ ക്ലോത്ത്സ് ലൈൻ. എങ്ങനെ പറയും? ഹാങ് ദം ഓൺ എ ക്ലോത്ത്സ് ലൈൻ. ചിലയിടത്ത് ക്ലോത്ത്സ് ലൈൻ അല്ലായിരിക്കും, ഡ്രൈയിങ് റാക്ക് ആയിരിക്കും. സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ ഒക്കെ റാക്സ് കിട്ടാറില്ലേ? അപ്പോൾ പറയാം, ഹാങ് ദ ക്ലോത്ത്സ് ഓൺ ദ ഡ്രൈയിങ് റാക്ക്. ഹാങ് ദ ക്ലോത്ത്സ് ഓൺ ദ ഡ്രൈയിങ് റാക്ക്. അപ്പോൾ തുണി ഉണങ്ങി, ഇനി മടക്കി വെക്കണം. മടക്കുന്നതിന് ഫോൾഡ്. ഫോൾഡ് ദ ക്ലോത്ത്സ്. ഫോൾഡ് ദ ക്ലോത്ത്സ്. മടക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്രോവറിൽ വെക്കും അല്ലേ? പുട്ട് ദം അവേ ഇൻ ദ ഡ്രോവർ. പുട്ട് ദം അവേ ഇൻ ദ ഡ്രോവർ. ഞാൻ പറഞ്ഞല്ലോ, ചില വാക്കുകളുടെ കൂടെ അവേ, പുട്ടിൻ്റെ കൂടെ നമ്മളിവിടെ അവേ എന്ന് ചേർത്തു. അതുപോലെ വൈപ്പ് ഡൗൺ,
സ്ക്രബ് ഡൗൺ. ഇങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുന്നതിനാണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ യൂസേജാണ്, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പുട്ട് ദം അവേ ഇൻ ദ ഡ്രോവർ. ഡ്രോവറിൽ എടുത്തു വെക്കുക. ഓക്കെ, വി ഡിഡ് ദ ലോണ്ട്രി. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഐ എം ഗോയിങ് ടു പ്രിപ്പയർ ദ മീൽ. ഞാൻ ആഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു പ്രിപ്പയർ ദ മീൽ. I am going to prepare the meal. After preparing the meal, I am going to wipe down the kitchen table. വെറുതെ തുടച്ച് വൃത്തിയാക്കുന്നതിനാണ് വൈപ്പ് ഡൗൺ എന്ന് പറയുന്നത്. നമ്മൾ ബാത്റൂമിൽ കണ്ടിരുന്നല്ലോ, ടൈൽസ് തുടയ്ക്കുന്നതിന് നമ്മൾ പറഞ്ഞു വൈപ്പ് ഡൗൺ ദ ടൈൽസ് എന്ന്. ഇവിടെ നമ്മൾ പറഞ്ഞു ഐ ആം ഗോയിങ് ടു വൈപ്പ് ഡൗൺ ദ കിച്ചൺ ടേബിൾ. എന്നാൽ ഗ്യാസ് സ്റ്റൗവിൽ കറി വീണിട്ടുണ്ട്. അപ്പം അത് പ്രത്യേകമായിട്ട് തുടച്ച് മാറ്റുകയല്ലേ ചെയ്യേണ്ടത്. അതിന് നമ്മൾ പറയും വൈപ്പ് ഓഫ്. ഐ വിൽ വൈപ്പ് ഓഫ് ദ കറി. അപ്പം എന്തെങ്കിലും വീണ് കിടക്കുന്നത് തുടച്ച് മാറ്റുന്നതിനാണ് വൈപ്പ് ഓഫ് എന്ന് പറയുന്നത്. എന്നാൽ വെറുതെ തുടയ്ക്കുന്നതിന് വൈപ്പ് ഡൗൺ. ഇനി പാത്രം കഴുകുന്നതിന് എന്താ പറയുക? വാഷ് ദ ഡിഷസ് അല്ലെങ്കിൽ ഡൂ ദ ഡിഷസ് എന്നും പറയാം. ഐ എം ഗോയിങ് ടു ഡൂ ദ ഡിഷസ്. ഐ എം ഗോയിങ് ടു ഡൂ ദ ഡിഷസ്. എൻ്റെ ഫ്രണ്ട് ഡിഷ് വാഷർ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഞാൻ കൈകൊണ്ടാണ് പാത്രം കഴുകുന്നത്. My friend uses dishwasher, but I do the dishes by hand. My friend uses dishwasher, but I do the dishes by hand. അപ്പോൾ പാത്രവും കഴുകി. Now I am going to clean out the fridge. Clean out എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് വൃത്തിയാക്കി വേണ്ട സാധനങ്ങൾ മാത്രം തിരിച്ചു വെക്കും. അതായത് ഫ്രിഡ്ജ്, കബോർഡൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ഔട്ട് ചെയ്യും. ക്ലീൻ ഔട്ട്. ഐ ആം ഗോയിങ് ടു ക്ലീൻ ഔട്ട് ദ ഫ്രിഡ്ജ്. എന്നാൽ ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞാലോ, നമ്മളൊരു റൂം മൊത്തത്തിലൊന്ന് അടുക്കി പെറുക്കി വെക്കുന്നതിനാണ് ക്ലീൻ അപ്പ് എന്ന് പറയുന്നത്. ഐ ആം ഗോയിങ് ടു ക്ലീൻ അപ്പ് ദ ബെഡ്റൂം. ഐ ആം ഗോയിങ് ടു ക്ലീൻ അപ്പ് ദ ബെഡ്റൂം. അപ്പോൾ ക്ലീൻ ഔട്ടും ക്ലീൻ അപ്പും മനസ്സിലായല്ലോ. അയ്യോ, നമ്മൾ എങ്ങും എത്തിയിട്ടില്ല, ഇനി നമുക്ക് മുറി തൂക്കുകയും തുടയ്ക്കുകയോ ഒക്കെ വേണ്ടേ. അപ്പൊ ചൂലിന് എന്താ പറയുക? ബ്രൂം. നിലം തൂക്കുന്നതിനോ? സ്വീപ്പ് ദ ഫ്ലോർ. വി യൂസ് എ ബ്രൂം ടു സ്വീപ്പ് ദ ഫ്ലോർ. നമ്മൾ മുറി തൂക്കാനായിട്ട് ചൂൽ ഉപയോഗിക്കാറുണ്ട്. വി യൂസ് എ ബ്രൂം ടു സ്വീപ്പ് ദ ഫ്ലോർ. എന്നാൽ തറ തുടയ്ക്കുന്നതിനുള്ള വേർഡ് ഏതാണ്? മോപ്പ്. തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ മോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം we use a mop to mop the floor. We use a mop to mop the floor. പിന്നെ ഫർണിച്ചറിന് മേലെയുള്ള പൊടി നമ്മൾ തട്ടിക്കളയത്തില്ലേ, അതിനെന്താ പറയുക? ഡസ്റ്റിംഗ്. പൊടിക്കും ഡസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. പൊടി തട്ടിക്കളയുന്ന സാധനത്തിന് ഡസ്റ്റർ എന്ന് പറയും. We dust the furniture with a duster. We dust the furniture with a duster. അല്ലെങ്കിൽ I am dusting the shelf. ഞാൻ ഷെൽഫിൻ്റെ പൊടി തട്ടിക്കളയുകയാണ്. ഐ ആം ഡസ്റ്റിംഗ് ദ ഷെൽഫ്. പിന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയത്തില്ലേ, ടോയ്സ് ഒക്കെ അവിടെ എവിടെയും കിടക്കുവാണെങ്കിൽ അതൊക്കെ ഒതുക്കി വെച്ചേ. നമ്മൾ ഓൾറെഡി കണ്ടല്ലോ അതിൻ്റെ വേർഡ് ക്ലീൻ അപ്പ് യുവർ റൂം. അതിന് പകരം മറ്റൊരു രീതിയിലും പറയാം, ടൈഡി അപ്പ് യുവർ റൂം. ടൈഡി അപ്പ് യുവർ റൂം. നിന്റെ മുറി അടുക്കി പെറുക്കി വെച്ചേ. ടൈഡി അപ്പ് യുവർ റൂം. ഓക്കെ, ഇത്രയൊക്കെ ചെയ്തിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. ഐ ഫോർഗോട്ട് ടു വാട്ടർ ദ പ്ലാന്റ്സ്. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിനാണ് വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഐ ഫോർഗോട്ട് ടു വാട്ടർ ദ പ്ലാന്റ്സ്. ഐ എം ഗോയിങ് ടു വാട്ടർ ദ പ്ലാന്റ്സ്. ഇത്ര ആയപ്പോഴേക്കും ഞാൻ അങ്ങ് ക്ഷീണിച്ചു. ഐ എം ടയേർഡ്. സോ ഐ എം ഡൺ ഫോർ ദ ഡേ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇന്നത്തെ ജോലി ഞാൻ ഇവിടെ നിർത്തുകയാണ് എന്ന് പറയുന്നതിനാണ് ഐ ആം ഡൺ ഫോർ ദ ഡേ. ഐ ആം ഡൺ ഫോർ ദ ഡേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് യൂസേജ് ഉണ്ട്. അതാണ് വി വിൽ കോൾ ഇറ്റ് എ ഡേ. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ചെയ്യുവാന്നിരിക്കട്ടെ, അത് ഇന്ന് മുഴുവിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ പ്രോജക്റ്റ് ലീഡർ പറയും വി വിൽ കോൾ ഇറ്റ് എ ഡേ. ഇന്നത്തെ ജോലി ഇവിടെ അവസാനിപ്പിക്കാം, അതായത് ബാക്കി നാളെ ചെയ്യാമെന്ന്. വി വിൽ കോൾ ഇറ്റ് എ ഡേ. നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്? ഐ ആം ഡൺ ഫോർ ദ ഡേ. ഐ ആം ഡൺ ഫോർ ദ ഡേ. ഐ വിൽ അയൺ ദ ക്ലോത്ത്സ് ടുമോറോ. ഞാൻ ഇന്നത്തെ ജോലി ഇവിടെ നിർത്തുകയാണ്. ഇസ്തിരി ഞാൻ നാളെയാണ് ചെയ്യാൻ പോകുന്നത്. ഇസ്തിരി ഇടുന്നതിനാണ് അയൺ ദ ക്ലോത്ത്സ്. ഐ വിൽ അയൺ ദ ക്ലോത്ത്സ് ടുമോറോ. ഐ വിൽ അയൺ ദ ക്ലോത്ത്സ്
tomorrow. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്തു? We made the bed. We took the sheet off the bed. Put new sheet on the bed. Then we scrubbed down the shower. After that we sorted the whites and the colored clothes. Loaded the laundry into the washing machine. Then unloaded the washing machine. Hung the clothes on the clothesline. Folded them and put them away in the drawer. Then prepared meal. Wiped down the kitchen table. Wiped off the curry from the stove. Did the dishes. Cleaned out the fridge. Cleaned up the room. Swept the floor with a broom. Mopped with a mop. Dusted the furniture and shelf. Watered the plants. Then I said, I am done for the day. Okay, now we will call it a day. നമുക്കിന്ന് മതിയാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂസേജ് ഏതാണ്? അതൊന്ന് കമൻറ്റിൽ ഇടുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. See you again and please stay safe.